തദ്ദേശ തെരഞ്ഞെടുപ്പിലും 2026ലേക്കും എത്തുമ്പോൾ ഉപതെരഞ്ഞെടുപ്പിൽ കണ്ട ചിത്രമേ ആയിരിക്കില്ല തെളിയാൻ പോകുന്നത്. അവിടെ ശക്തമായ പ്രകടനം കാഴ്ചവെക്കാൻ ഇടതുപക്ഷത്തിന് കഴിയുക തന്നെ ചെയ്യും. താഴെ തട്ട് മുതൽ സംഘടനാ സംവിധാനം ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു പാർട്ടിയാണ് CPM. എണ്ണയിട്ട യന്ത്രം പോലെ CPMന്റെ സംഘടനാ സംവിധാനങ്ങൾ ഏത് രാഷ്ട്രീയ കാലാവസ്ഥയിലും പ്രവർത്തിക്കുന്നതായിരിക്കും. എന്നാൽ കോൺഗ്രസിന്റെ അവസ്ഥ അങ്ങനെയല്ല. താഴെ തട്ട് മുതൽ അത്തരമൊരു സംവിധാനം ഇപ്പോഴും കോൺഗ്രസിനില്ല. ഈ ന്യൂനത തിരിച്ചറിഞ്ഞാണ് സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തി സെമി കേഡർ പാർട്ടിയാക്കി മാറ്റുമെന്ന് കെ സുധാകരൻ മുൻപ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ KPCC അധ്യക്ഷ സ്ഥാനം ഒഴിയും വരെ അക്കാര്യത്തിൽ ഒരടി മുന്നോട്ട് പോകാൻ സുധാകരന് കഴിഞ്ഞിട്ടുമില്ല. ഇപ്പോഴത്തെ സംഘടനാ സംവിധാനം വെച്ച് ഉപതെരഞ്ഞെടുപ്പ് പോലെ എളുപ്പത്തിൽ വിജയിക്കാൻ പൊതു തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് ഒരിക്കലും സാധിക്കുകയില്ല. നേതൃത്വം ഭംഗിയായതുകൊണ്ട് മാത്രം കാര്യമില്ല എന്നും അടിത്തറ ശക്തമായില്ല എങ്കിൽ മുകളിലേക്കുള്ള ഭംഗി കുത്തനെ താഴേക്ക് പോകുമെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ മുന്നറിയിപ്പിൽ തന്നെ ഇക്കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. അടിത്തട്ട് തകർന്ന അവസ്ഥയിൽ നിൽക്കുന്ന കോൺഗ്രസിനേക്കാൾ സംഘടനാപരമായി ഭേദം മുസ്ലിം ലീഗാണ്. അവർക്ക് സ്വാധീനമുള്ള മേഖലകളിൽ സംഘടന ശക്തവുമാണ്. അതുകൊണ്ട് തന്നെ വിഭാഗീയത പൊട്ടിപ്പുറപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ലീഗിന്റെ സ്വാധീന മേഖലകളിൽ വോട്ട് പിടിക്കാൻ അവർക്ക് കഴിയുകയും ചെയ്യും. എന്നാൽ UDFലെ മറ്റ് ഘടകകക്ഷികൾക്ക് ഒന്നും തന്നെ കാര്യമായ ഒരു സ്വാധീനവും കേരളത്തിലില്ല. ലീഗിന്റെ സ്വാധീനം ഉപയോഗപ്പെടുത്തി മാത്രം കേരളത്തിന്റെ ഒരു ഭരണമാറ്റം കൊണ്ടുവരാൻ UDFന് കഴിയുകയുമില്ല. അതുകൊണ്ടാണ് ഇടതുപക്ഷത്തുള്ള കേരള കോൺഗ്രസിനെയും CPIനെയും കോൺഗ്രസ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. എന്നാൽ ഒരു മുന്നണി മാറ്റത്തിനും തയ്യാറല്ല എന്നുള്ള ഒരു നിലപാടാണ് ഇരു പാർട്ടികളും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. UDFന്റെ നീക്കങ്ങൾക്ക് തിരിച്ചടി തന്നെയാണിത്. വാർഡ് വിഭജനത്തിന്റെ ആനുകൂല്യവും സംഘടനാ സംവിധാനത്തിലെ മികവും പ്രാദേശിക വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യും എന്നുള്ളതാണ് CPMന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ അവർക്ക് ആശങ്കകൾ ഒന്നും തന്നെയില്ല. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ കടുത്ത മത്സരം ഇടതുപക്ഷത്തിന് നേരിടേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് നേതൃത്വം കരുതുന്നത്. അപ്പോഴും പക്ഷേ UDFന് വല്ലാതെ സന്തോഷിക്കാൻ വകയില്ല. കേരളത്തിൽ ഭരണമാറ്റം ആഗ്രഹിക്കുന്ന ജനവിഭാഗം ശക്തമാണ് എന്നുണ്ടെങ്കിൽ കണക്കുകൾ പരിശോധിച്ചാൽ അത്തരം ഒരു സാധ്യതയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ UDF ഇനിയും ബഹുദൂരം സഞ്ചരിക്കേണ്ടി വരും. 2026 കേരളം ആര് ഭരിക്കണം എന്നുള്ളത് യഥാർത്ഥത്തിൽ തീരുമാനിക്കുന്നത് BJP പിടിക്കുന്ന വോട്ടുകൾ തന്നെയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രൂപത്തിലുള്ള വോട്ടുകൾ പിടിക്കാൻ BJP മുന്നണിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. 2026 അത് ഇനിയും വർദ്ധിക്കാനാണ് സാധ്യതയുള്ളത്. പാകിസ്ഥാനെതിരെ ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറും തുടർന്ന് നടന്ന സംഭവ വികാസങ്ങളും എല്ലാം തന്നെ BJP പ്രചരണ ആയുധമാക്കും എന്നുള്ളത് അവർക്ക് നേട്ടമായി മാറും എന്നത് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് പ്രധാനമായും UDF വോട്ട് ബാങ്കുകളെയാണ് ബാധിക്കാൻ പോകുന്നത്. പിണറായി സർക്കാരിന് എതിരായ വോട്ടുകൾ ഭിന്നിക്കുന്നത് മൂന്നാമതും ഇടതുപക്ഷം അധികാരത്തിൽ വരാനാണ് സാഹചര്യം ഒരുക്കുക. 10 നിയമസഭാ സീറ്റുകളിലെങ്കിലും വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന BJPക്ക് വോട്ട് ശതമാനം കുറയുന്ന സാഹചര്യം ചിന്തിക്കാൻ പോലും കഴിയുകയില്ല. മാത്രമല്ല അസംതൃപ്തരായ കോൺഗ്രസ് നേതാക്കളെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രംഗത്തിറക്കാനും BJPക്ക് പദ്ധതിയുണ്ട്. ശശി തരൂരിനെ തന്നെ അടർത്തിയെടുത്ത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചാൽ പോലും അത്ഭുതപ്പെടേണ്ട ഒരു കാര്യവുമില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടിറങ്ങി പ്രചരണം നയിക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വോട്ട് വർധനവ് ഉണ്ടാകാൻ പുതിയ രാഷ്ട്രീയ സാഹചര്യം BJPക്ക് സഹായകരമാകും എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അവിടെ തന്നെയാണ് UDFന്റെ സകല കണക്കുകൂട്ടലുകളും തെറ്റാനും പോകുന്നത്. BJPക്ക് എളുപ്പത്തിൽ തകർക്കാൻ പറ്റുന്ന വോട്ട് ബാങ്ക് കോൺഗ്രസിൻ്റേത് തന്നെയാണ്.